സാർ, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കഴക്കൂട്ടം. കഴക്കൂട്ടം കൃത്യമായി BJP ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വന്ന ഒരു മണ്ഡലവുമാണ്. തീർച്ചയായിട്ടും 2021 ശോഭാ സുരേന്ദ്രനെ ഈ പറഞ്ഞ പോലെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയൊരു മണ്ഡലമാണ്. അവർ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു. അന്ന് ഡോക്ടർ SS ലാലായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ആകെ വ്യാപകമായി വ്യക്തിപരമായ സ്വാധീനമുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് CPM സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദിനെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അത് പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥിയാണ്. SS ലാൽ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ല. പിന്നെ V മുരളീധരനാണ്. V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. ദീർഘകാലമായി അദ്ദേഹം പൊതുരംഗത്ത് നിൽക്കുന്നയാളാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. പിന്നെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ BJP ലീഡേഴ്സൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ഇരുന്ന ആളാണെന്ന് പറയുമ്പോൾ തന്നെ അതിന് തന്നെ ഒരു മതിപ്പുണ്ട്. വിദേശകാര്യമാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ആ കാര്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഫൈറ്റിൽ ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലം എങ്ങോട്ട് പോകും? അത് മുരളീധരൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ മുരളീധരന് BJPയുടെ പൂർണ്ണമായ നിയന്ത്രണം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കേഡർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും കടകംപള്ളിക്ക് പറ്റിയൊരു കുഴപ്പം അവസാനം വന്ന നമ്മുടെ ഈ സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി പോയി പെട്ടു. പിന്നെ അതുപോലെ തന്നെ സ്വപ്ന സുരേഷിൻ്റെ ഒരു കമൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിനെ വ്യക്തിപരമായി മുറിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് ആൻറ്റി ഇൻകുംബൻസിയും അദ്ദേഹം നേരിടുന്നുണ്ട്. ശരത്ചന്ദ്ര പ്രസാദ് പക്ഷേ ആ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന് പരിചിതൻ എന്നുള്ളതല്ലാതെ ആ നിയോജകമണ്ഡലത്തിലെ സജീവ സാന്നിധ്യമൊന്നും അല്ല ശരത്ചന്ദ്ര പ്രസാദ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റാണ്. കോൺഗ്രസിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. ഈ തെരഞ്ഞെടുപ്പ് സാർ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കടകംപള്ളിയുടെ റോളാണ്. അതായത് കഴക്കൂട്ട നിയോജകമണ്ഡലം ഉണ്ടായതിനു ശേഷം ഈ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ ആരെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കടകംപള്ളി മാത്രമാണ്. അതിനു മുമ്പ് നബീസമ്മോൾ സ്വതന്ത്രനായി നിന്ന് CPMൻ്റെ സ്ഥാനം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അത് അരിവാൾ ചുറ്റികയിലല്ലായിരുന്നു. അന്ന് അവർ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 1996 പിന്നെ 2016 2021 ഈ 3 തവണ കടകംപള്ളി മാത്രമേ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ അവിടെ ഒരു CPM സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ ഒരു പ്രധാന ചോദ്യം, ഇങ്ങനെ സ്വർണം കെട്ടവൻ ആരപ്പ എന്നൊക്കെയുള്ള പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് കടകംപള്ളി അവിടെ നിർത്തണോ എന്നുള്ളത് പാർട്ടി വളരെ കുലങ്കഷമായിട്ട് ആലോചിച്ചു. അപ്പോൾ ഫീഡ്ബാക്ക് വന്നത് തീർച്ചയായിട്ടും കടകംപള്ളി അല്ലാതെ മറ്റൊരാൾ നിന്നാൽ ഈ പിടിക്കാവുന്ന വോട്ട് പോലും കിട്ടാതാവും. അപ്പോൾ കടകംപള്ളി വിചാരിച്ചാലേ അവിടെ കഴക്കൂട്ടം മണ്ഡലം നിലനിർത്താനായിട്ടുള്ളൊരു പോരിന് പോലും CPMൽ ആളുള്ളൂ എന്നൊരു താഴെത്തട്ടിനുള്ള നിർദ്ദേശമാണ് കടകംപള്ളിയെ തന്നെ എന്ത് വന്നാലും സ്ഥാനാർത്ഥിയാക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ കടകംപള്ളിയും ആ ഒരു പ്രത്യാശയിലാണ് പോകുന്നത്. പക്ഷേ എതിരാളി സാർ പറഞ്ഞ പോലെ V മുരളീധരനാണ് എന്നുള്ളത് മറക്കാൻ കഴിയില്ല. അതിൻ്റെ ഇത് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കേണ്ടത് 2016 ഇലക്ഷനാണ്. 2016 ഇലക്ഷനിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് V മുരളീധരൻ നിന്നപ്പോഴാണ്. 42,732 വോട്ട്. അന്ന് കടകംപള്ളിക്ക് 50,000 വോട്ട്. അപ്പോൾ 7,000 ചില്ലുവാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് കടകംപള്ളിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ 2021 വന്നപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചത് കടകംപള്ളിയെ മലർത്തിയടിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കുമെന്നായിരുന്നു. വളരെ വലിയ ഒരു പോളറൈസേഷൻ അവിടെ ഓളം ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞെങ്കിലും ആരോ പിന്നിൽ നിന്ന് കുതികാൽ വെട്ടി എന്ന് സംശയിക്കുന്നതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രന് വോട്ട് കൂടിയില്ല എന്ന് മാത്രമല്ല, ആദ്യമായിട്ട് അവർ എവിടെയെങ്കിലും പോയിട്ട് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴക്കൂട്ടത്ത് മാത്രമാണ്. ഏതാണ്ട് 43,000 അടുപ്പിച്ച് വോട്ട് V മുരളീധരൻ നേടിയപ്പോൾ അവർ 40,193 40,000 3,000 വോട്ടിൻ്റെ പുറകോട്ടാണ് അവർ പോയത് എന്നുള്ളതാണ്. അത് ചില കളികൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് പിന്നീട് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നതാണ്. അവരെ കൊച്ചാക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുകയുണ്ടായി. എന്തായാലും ആ ചരിത്രം നമുക്ക് മറക്കാം. ഇപ്പോഴത്തെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ V മുരളീധരൻ അവിടെ ഉശിരൻ പോരാട്ടത്തിനുള്ളൊരു കാൻഡിഡേറ്റാണ്. സാറ് പറഞ്ഞ പോലെ BJPയുടെ വിജയത്തിനൊരു പ്രധാന ഘടകമാണ് ഈ കോൺഗ്രസ് പിടിക്കുന്ന വോട്ട്. ആ കോൺഗ്രസ് വോട്ടുകൾ SS ലാൽ നിന്നപ്പം
ശരിക്കും പറഞ്ഞാൽ ശുഷ്കമായി പോയി. അതിൻ്റെ ഗുണവും കൂടെയാണ് കടകംപള്ളിക്ക് കഴിഞ്ഞ തവണ 23,439 വോട്ടായിരുന്നു ഭൂരിപക്ഷം. ചരിത്ര റെക്കോർഡാണ് 23,000 ജില്ലാ വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ടൂറിസത്തിൻ്റെ മന്ത്രിയായിരുന്ന സമയത്ത് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഈ പല ആനുകൂല്യങ്ങൾ ടൂറിസം വകുപ്പിൻ്റെ ഈ വിരിവയ്ക്കാൻ തീർത്ഥാടകർക്ക് കൊടുക്കുന്ന ചില ബിൽഡിങ്ങുകൾ കെട്ടാനുള്ള അനുമതി, വഴിയോര വിശ്രമ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതിന് വ്യാപകമായിട്ട് കൊടുത്ത് പലയിടത്തും ക്ഷേത്രങ്ങളിൽ അങ്ങനെ ക്ഷേത്ര കമ്മിറ്റിക്കാരെയൊക്കെ തൃപ്തിപ്പെടുത്തി അവരുടെ ഒരു വോട്ട് വലിയ തോതിൽ വാങ്ങിക്കാൻ കഴിയും. പിന്നെ അവിടെ SDPI വളരെ നിർണായകമായൊരു ഘടകമാണ്. ഒരു 5,000 വോട്ടെങ്കിലും അവർ വിചാരിച്ചാൽ അതിൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു 5,000 വോട്ട് അവസാന നിമിഷം കടകംപള്ളി സുരേന്ദ്രന് വേണ്ടി മറിക്കാനായിട്ട് അവർ 100 ബൈക്കിൽ വീടുകളിൽ കയറി ഇറങ്ങി വ്യാപകമായിട്ട് പ്രചരണം നടത്തി. ശോഭാ സുരേന്ദ്രൻ അന്ന് അതും ഒരു പ്രധാന ഘടകമാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾക്കൊന്നും കിടക്കപ്രതി ഇല്ലാതാവും, ഇവർ ഭയങ്കര തീവ്രമായ ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് അങ്ങനെയും ഒരു നെഗറ്റീവ് വോട്ട് അന്ന് അവിടെ വന്നിട്ടുണ്ട്. അത് കടകംപള്ളിക്കന്ന് ഗുണകരമായിട്ട് വന്നു. പിന്നെ ഇപ്പോൾ SS ലാലിൻ്റെ അവസ്ഥയിലല്ല നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദ് നിൽക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ മണ്ഡലത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം SM കോളേജിലെ യൂണിയൻ്റെ KSUവിൻ്റെ നേതാവായിരുന്നു. KSUവിൻ്റെ നേതാവായിരിക്കുമ്പോൾ SFIക്കാർ അദ്ദേഹത്തിന് കുത്തി പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടായി. അങ്ങനെ അന്ന് മുതലേ ഒരു ഹീറോ ആയ ആളാണ്. അതുകൊണ്ട് കരുണാകരൻ അന്നേ ഏറ്റെടുത്ത് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥം കൊടുത്ത് ഒരു തവണ MLA ആക്കുകയൊക്കെ ചെയ്തതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ SM കോളേജിലെ ഒരു 3-4 വർഷത്തെ ബാച്ച് മൊത്തം ശരത്ചന്ദ്ര പ്രസാദിന് സുഹൃത്തുക്കളായിട്ടുള്ളവരാണ്. മുഖപരിചയം മാത്രമല്ല, വളരെ സൗഹൃദത്തിലുള്ള ഒരു ബന്ധം അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും ശരത്ചന്ദ്ര പ്രസാദിൻ്റെ ക്ലാസ്മേറ്റുകൾ കൂടുതലുള്ളതാണ്. അതുകൊണ്ട് ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ പലർക്കും ആ ഒരു ബന്ധം, കോളേജിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ എന്നൊരു ബന്ധം ഇപ്പോഴും ആ മണ്ഡലത്തിൽ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് SS ലാലിനേക്കാൾ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ഒരു വോട്ട് പിടിക്കാൻ സാധിക്കും. പിന്നെ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ളൊരു മണ്ഡലം കൂടെയാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിൽ ശരത്ചന്ദ്ര പ്രസാദിന് കുറേ വോട്ടുകൾ പിടിക്കാൻ കൂടെ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കടകംപള്ളിയുടെ സാധ്യതകൾക്ക് കുറച്ച് മങ്ങലേൽക്കും എന്നുള്ളത് സത്യമാണ്. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇൻറോഡുകൾ ഉണ്ടാക്കാൻ കുറേ കൂടെ കഴിവുള്ള ഒരാളാണ്. കേഡറിനെ മൊത്തത്തിൽ പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇപ്പം തന്നെ അത് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പദയാത്രയാണ് നടത്തുന്നത്. ദിവസവും പദയാത്രകളാണ്. വളരെ ലോങ് മാർച്ചുകൾ നടത്തിക്കൊണ്ട് മണ്ഡലത്തിൽ മൊത്തം ഇങ്ങനെ അരിച്ചു പെറുക്കി പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും വളരെ ശക്തമായൊരു പര്യടനം ഇപ്പോൾ അത് കഴിഞ്ഞു കാണും. ഞാൻ പോകുന്ന വഴിക്ക് കണ്ടു, ആൾക്കാരൊക്കെ നിരന്ന് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ ശക്തമായ രീതിയിൽ ഈ മുരളീധരൻ നീങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷേ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച ഒരു BJP കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് വി മുരളീധരനാണ്. അദ്ദേഹം വിചാരിച്ചാൽ ആ വോട്ട് നിലനിർത്തുകയും കുറച്ചുകൂടെ വോട്ട് പിടിക്കാൻ കഴിയുകയും ചെയ്താൽ തീർച്ചയായിട്ടും കഴക്കൂട്ടം പിടിച്ചടക്കാവുന്നതേ ഉള്ളൂ. കഴക്കൂട്ടത്ത് വലിയ പ്രശ്നമില്ലാതെ BJP ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സാർ, ഇന്നത്തെ വി മുരളീധരന് കിട്ടുന്ന ഒരു വലിയ എഡ്ജ് എന്താണെന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പരിപാടികൾ അതെല്ലാ BJP സ്ഥാനാർത്ഥികൾക്കും കിട്ടുന്നതിലും അദ്ദേഹം നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലെ അംഗം കൂടെ ആയിരുന്നു. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് വളരെ സഹായകമായിട്ട് മാറും. അതുപോലെ തന്നെ ആറ്റിങ്ങിൽ അദ്ദേഹം പാർലമെൻറ്റിൽ നിന്നപ്പോഴേ അവിടെ നടത്തിയൊരു ലോൺ മേള പോലെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് നന്നായിട്ട് പ്രവർത്തിക്കാൻ മുരളീധരന് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയമുണ്ടല്ലോ. നെഹ്റു യുവകേന്ദ്രയുടെ ചുമതലക്കാരനായിട്ട് തുടങ്ങി ഇവിടെ എത്തിയില്ലേ, ഒരു കേന്ദ്രമന്ത്രിയായില്ലേ. പിന്നെ ഈഴവ വോട്ടുകൾ സാറേ കടകംപള്ളിക്ക് ഒരു അസറ്റായിരുന്നു. പക്ഷേ അതിപ്പോൾ വി മുരളീധരൻ വന്നാൽ അതുപോലെ അങ്ങനെ കിട്ടിയില്ല. അത് മുരളീധരനും അതിനകത്തൊരു വലിയ ഷെയർ കിട്ടുന്ന സാഹചര്യമാണ് മുമ്പ് മുതലേ നിലനിന്നിരുന്നത്. അതൊരു നിർണായക ഘടകം കൂടിയാണ് ഈ മണ്ഡലത്തിൽ. അപ്പോൾ സാർ പറഞ്ഞ ഈഴവ വോട്ടർമാർ ഒത്തിരിയുള്ള അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം വെച്ചാൽ കേന്ദ്രത്തിൽ സ്വാധീനമുള്ള ഒരാളെന്നുള്ള നിലയിൽ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു എഡ്ജ് അതാണ്. പക്ഷേ ഈ മുസ്ലിം വോട്ടുകൾ ശക്തമായി കൺസോളിഡേറ്റ് ചെയ്യപ്പെടും അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായതുകൊണ്ട്. ശരത്ചന്ദ്ര പ്രസാദിന് അനുകൂലമായിട്ടായിരിക്കും അത് വരുന്നത്. പിന്നെ സാറ് പറഞ്ഞ പോലെ ശരത്ചന്ദ്ര പ്രസാദ് വളരെ ജനകീയനാണ്, വളരെ സൗമ്യനാണ്, എല്ലാവരുടെയും വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആളാണ്. ആർക്കും എപ്പോഴും ചെന്ന് കാണാവുന്ന ഒരാളാണ്. തനി ജനകീയനായ കോൺഗ്രസ് നേതാവാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ സാന്നിധ്യത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവിടെ പഠിച്ചു സാർ പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ്സുകാരും മണ്ഡലത്തിൽ അത്ര വലിയ സ്വാധീനമൊന്നും ചെലുത്താറില്ല. സമയത്ത് വന്ന് ഉള്ള ഷോയാണ് അത് മതിയല്ല. പക്ഷേ അതിൽ മികച്ചു നിൽക്കുന്ന ആള് ശരത്ചന്ദ്ര പ്രസാദാണ്. കാരണം ഈ കോളേജ് ബന്ധം
ശക്തമായിട്ട് അദ്ദേഹത്തിന് ഉണ്ട് അവിടെ. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു ശരത്ചന്ദ്ര പ്രസാദിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉള്ളത് ഈ ആൻറ്റി ഇൻകുംബൻസിയുടെ ഫലം ഒരു പരിധിവരെ അദ്ദേഹത്തിന് കിട്ടും. ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോളിഡേഷൻ്റെ ഗുണം ശരത്ചന്ദ്ര പ്രസാദിന് കിട്ടും. തീർച്ചയായിട്ടും. ഇവിടെ കടകംപള്ളി നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സാർ പറഞ്ഞ പോലെ ഈഴവ കമ്മ്യൂണിറ്റി വോട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അത് പക്ഷേ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അത് മൂന്നായിട്ട് ശരത്ചന്ദ്ര പ്രസാദും അതിൽ തന്നെയാണ്. അത് മൂന്നായിട്ട്. പക്ഷേ അതിൽ ഇവർ രണ്ടുപേരാണ് അവിടെ ഏറ്റവും കൂടുതൽ കാരണം പിന്നെ സ്വാധീനം ചെലുത്തുന്നത്. ചെമ്പഴന്തി മഠവുമായിട്ടുമൊക്കെ വളരെ സ്വാധീനം ചെലുത്തുന്നത് ഈ പിന്നെ അന്തർദേശീയ കൺവെൻഷൻ സെൻറ്റർ അടക്കമുള്ള കാര്യങ്ങൾ കടകംപള്ളി അവിടെ കൊണ്ടുവരികയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെതായ പല കാര്യങ്ങളിലും സഹായിക്കുകയൊക്കെ ചെയ്തത് വി മുരളീധരനുമാണ്. അപ്പോൾ അവർ രണ്ടുപേർക്കും ഈക്വലായ ഒരു പ്രാതിനിധ്യവും സ്വാധീനവും ചെമ്പഴന്തി ആശ്രമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുണ്ട്. അത് അവർക്ക് ഗുണകരമായിട്ട് വരും. അത് ഏതാണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് കാണാൻ. പക്ഷേ അവിടെ വളരെ ക്രൂഷ്യലായിട്ടുള്ളത് ലത്തീൻ കത്തോലിക്ക സഭയുടെ നിലപാടുകൂടെ നമ്മളൊന്ന് പരിഗണിക്കണം. അതെങ്ങനെ നിൽക്കും എന്നുള്ളൊരു പ്രശ്നമാണ്. അത് എനിക്ക് തോന്നുന്നത് പൊതുവിൽ പിന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് ഇത് പോകാറ്. അത് അവരന്ധമായിട്ട് പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതൊന്നും ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ കൂടുതൽ മുസ്ലിം വോട്ടുകളുടെ പോളറൈസേഷൻ വരുന്നത് വലിയ ഘടകമാണ്. കഴിഞ്ഞ തവണയും കടകംപള്ളി ആ ലീഡ് 20,000-ന് പുറത്ത് കൊണ്ടുപോയതിൻ്റെ കാരണം മിനിമം SDP ലാസ്റ്റ് മിനിറ്റിൽ നടത്തിയ ഒരു 5,000, അവർക്കൊരു 1,000-ഓളം വോട്ട് അവിടെ ഉണ്ട്. ആ വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതാണ്. അതുപോലുള്ള ചില കാര്യങ്ങൾ എങ്ങനെ വരും എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. ഏതായാലും ശരി, മുരളീധരൻ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ഒരു എഡ്ജ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. രണ്ട് കാരണങ്ങളാണ് എഡ്ജിന് കാരണം. ഒന്ന്, ഈ കടകംപള്ളിയുടെ ഒരു ഇമേജിൽ ഒരു ചെറിയ കോട്ടം വന്നത്. ഹിന്ദു വോട്ടുകൾ മുമ്പ് കടകംപള്ളി ക്ഷേത്ര വിശ്വാസികളിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളിൽ നിന്നും അവിടുത്തെ പ്രവർത്തകരിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന അതേപോലെ ഇപ്പോൾ കിട്ടുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അത് കടകംപള്ളിയുടെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം അതായിരുന്നു. ഈ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ബന്ധം സ്ഥാപിച്ചു. അത് മുമ്പ് ഇതിനു മുമ്പ് വാഹിദ് നിന്നപ്പോഴും അങ്ങനെയാണ്. വാഹിദ് ക്ഷേത്രങ്ങളിൽ പോയി പൊങ്കാല വരെ നടത്തുന്നതിന് തലക്കെട്ടൊക്കെ കെട്ടി നിൽക്കും. ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വാഹിദ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊന്നും ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അങ്ങനെ ചെയ്യുന്നതല്ല. അത് വാഹിദ് അത്തരത്തിലുള്ളൊക്കെ ഉള്ളത്. അതുകൊണ്ട് വാഹിദ് 3 പ്രാവശ്യം അവിടെ നിന്ന് മത്സരിക്കുകയുണ്ടായി, ജയിക്കുകയുണ്ടായി. അതുപോലെയാണ് കടകംപള്ളി ഇപ്പം സ്ഥാപിച്ചിരിക്കുന്നൊരു ബന്ധം. ആ ബന്ധം ഈ അയ്യപ്പ പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് ആ ഒരു സ്വാധീനം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡ്രോബാക്ക് ആയിട്ട് വരും. അപ്പോൾ കടകംപള്ളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ട് നേരെ ശരത്ചന്ദ്ര പ്രസാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. കുറേയൊക്കെ ഒരു നല്ല പരിധി വരെ വരും. മുസ്ലിം വോട്ടുകൾ അങ്ങോട്ട് പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒപ്പം ലത്തീൻ കത്തോലിക്ക സഭയുടെ വോട്ട് അത് പക്ഷേ ഡിവൈഡ് ചെയ്തപ്പെട്ട് പോയാലും അതിൽ കുറച്ച് ബൈബിൾ കോളനി എന്നൊക്കെ പറഞ്ഞ കുറേ സ്ഥലങ്ങളിൽ കടകംപള്ളിക്കും സ്വാധീനമുണ്ട്. അത് എപ്പോഴും നിലനിർത്തുന്നുണ്ട് അദ്ദേഹം. അവിടെ ഒരു കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനൊക്കെ കടകംപള്ളി ആ വോട്ടുകളൊക്കെ പൂർണ്ണമായിട്ടും വിനിയോഗിച്ച് പിന്നെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും അങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല. എന്നാലും അതും ഡിവൈഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. മെജോറിറ്റി കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അല്ല, അങ്ങനെ വരുമ്പോഴേ ഹിന്ദു വോട്ടിൻ്റെ ശക്തമായൊരു കൺസോളിഡേഷൻ ഉണ്ടായാൽ അല്ല അത് തന്നെ ജയിക്കാനുള്ളൊരു സാധ്യതയില്ല. അതുണ്ട്. അതിന് പുറമെ ഒരു ക്ലീൻ ഇമേജ് മുരളീധരന് ഈ സ്ഥാനാർത്ഥികളൊക്കെ വെച്ച് നോക്കുമ്പോൾ മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു ക്ലീൻ ഇമേജ്. പിന്നെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു എന്നുള്ളത്, കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ പോലും ഒരു പക്വതക്കുറവ് ഒരിക്കലും വരാത്ത വിധത്തിൽ അദ്ദേഹം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുള്ള ഒരു BJP പ്രവർത്തകരിൽ ഇത്രയും പക്വതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വാക്കുകൾ വളരെ സൗമ്യമായിട്ടും മിതമായിട്ടും ഉപയോഗിക്കുകയും എന്നാൽ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്ന ചെലുത്ത പ്രസ്താവനകൾ ഇറക്കാനും ഒക്കെ കഴിയുന്ന ഒരു നേതാവാണ് വി മുരളീധരൻ. അതിൻ്റെ ഒരു മികവ് അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ കിട്ടും. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് കിട്ടി. 2016 അദ്ദേഹം മത്സരിച്ചപ്പോഴും വളരെ താഴെത്തട്ടിൽ വോട്ടിൽ നിന്ന് വന്ന ആ ജമ്പ് ഭയങ്കരമാണ്. അതായത് 2006 മടവൂർ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ആൾ മത്സരിച്ചപ്പോൾ 2099 വോട്ടേ കിട്ടിയുള്ളൂ. 2011 പത്മകുമാർ മത്സരിച്ചപ്പോൾ 7508 വോട്ടാണ് കിട്ടിയത്. ആ വോട്ടിനെയാണ് 2011 നിന്ന് 2016 43,000 വോട്ടിലേക്ക് വി മുരളീധരൻ മാറ്റിയത്. നിസ്സാര വോട്ടല്ല. പിന്നെ പത്മകുമാർ പിടിച്ച 7500 നിന്ന് അത് ഒറ്റ ജമ്പ് 43,000 എത്തുക, 42,700 വോട്ടിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അങ്ങനെ ക്രൗഡ് പുള്ളറാണ് അദ്ദേഹം. അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ. പിന്നെ മണ്ഡലത്തിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മണ്ഡലത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് അദ്ദേഹം
ആ മണ്ഡലത്തിനെ നറിഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ 2 വർഷമായിട്ട് ഒരുപാട് ഭവന സന്ദർശനങ്ങളും പരിപാടികളുമൊക്കെ ആയിട്ട് അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നു. അടിത്തട്ടിൽ ഇത്രയും ബേസ് ഉണ്ടാക്കി നിന്ന ഒരാളെ ഞാൻ കഴക്കൂട്ടത്ത് കണ്ടിട്ടില്ല, ഈ മുരളീധരനല്ലാതെ BJP സ്ഥാനാർത്ഥിയിൽ. BJPക്ക് ഉറപ്പിക്കാൻ കഴിയുന്നൊരു സീറ്റായിട്ട് തീർച്ചയായിട്ടും മാറിക്കൂടാ എന്നില്ല. അല്ല, ഏതാണ്ട് 99% അത് നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴക്കൂട്ടവും നേമവും ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നതാണ്. വട്ടിയൂർക്കാവിലും വലിയ പ്രശ്നമില്ലാതെ പോകുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ 3 മണ്ഡലങ്ങളിൽ അവർക്ക് നിസ്സാരമായിട്ട് പിടിക്കാം. കാട്ടാക്കടയിലും പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു. കാരണം 3ാമത്തെ പ്രാവശ്യമാണ് കൃഷ്ണദാസ് മത്സരിക്കുന്നത്. അത് ഒരു സിമ്പതി വേവ് പോലെ അവിടെ വന്നിട്ടുണ്ട്. പണ്ട് രാജഗോപാൽ പിന്നെ നേമത്ത് ജയിച്ചതിന് ഒരു ഘടകം എന്നും മത്സരിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഒരു വിജയം അദ്ദേഹത്തിന് വന്ന പോലെയാണ്. തിരുവനന്തപുരത്ത് പല പ്രാവശ്യം മത്സരിച്ചു MP ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ ആയിട്ടന്ന് ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. അതുപോലെ ഒരു സാധ്യത കൃഷ്ണദാസിന് കാട്ടാക്കടയും പറയുന്നുണ്ട്. എന്തായാലും കഴക്കൂട്ടത്ത് വലിയ പ്രശ്നമില്ലാതെ മുരളീധരനെ വിജയിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ ഇരുന്ന മുരളീധരനെ കേരള അസംബ്ലിയിലേക്ക് വരാനുള്ള സാധ്യത കഴക്കൂട്ടത്തൂടെ തുറന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി സാർ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.